കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈ നോമ്പുകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ച നമ്മളെല്ലാവരും വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. തിങ്കളാഴ്ച വിഭൂതി, തിങ്കളാഴ്ച സിറോ മലബാർ ചർച്ച് സഭയിലുള്ള ആളുകളും, വിഭൂതി ബുധനാഴ്ച മറ്റ് ലാറ്റിൻ സഭയിലുള്ള മക്കളുമൊക്കെ വിഭൂതി ആചരിച്ചുകൊണ്ട് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങൾ അമ്മ പറഞ്ഞു തരുന്നുണ്ട്. സഭ നമുക്ക് നൽകുന്ന വിവിധ കാലഘട്ടങ്ങൾ സ്വർഗം അംഗീകരിക്കുന്നുണ്ടെന്നും സഭ നമുക്ക് നൽകുന്ന വിവിധ കാലഘട്ടങ്ങളിൽ സഭ നൽകുന്ന പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയമായ കാലഘട്ടങ്ങൾ, ആരാധനയുടെ കാലഘട്ടങ്ങളൊക്കെ സ്വർഗം പ്രത്യേകമായ കൃപകൾ വർഷിക്കപ്പെടുന്ന സമയങ്ങളാണെന്നും പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വലിയ നോമ്പെന്ന് പറയുന്ന ഈ കാലഘട്ടം നമുക്കറിയാം, നമ്മൾ പാരമ്പര്യമായി വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു കാലഘട്ടമാണ് വലിയ നോമ്പിൻ്റെ കാലഘട്ടം. നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മളെ കൊച്ചുനാൾ മുതലേ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. നോമ്പെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് പാരമ്പര്യത്തിൻ്റെ ഭാഗമായി മാറിയത് എങ്ങനെയാണ്? അത് ദൈവാനുഗ്രഹങ്ങൾ നിറയുന്നത് കൊണ്ടാണ്. നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ ദൈവ അനുഭവങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചതുകൊണ്ടാണ് നോമ്പിന് വളരെ പ്രാധാന്യം നൽകുവാൻ സഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. സഭയിൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ കൽപ്പനകൾ തന്നെ പറയുന്നുണ്ട്. പസ്സാകാലത്ത് മാംസം ഭർജിക്കുന്നതിനെക്കുറിച്ചും ഉപവസിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ കാലഘട്ടത്തെ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തെ 2026 സഭയിലൂടെ സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുക്കുവാൻ പരിശ്രമിക്കാം. നോമ്പുകാലം ആരംഭിക്കുന്നതല്ലേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. നോമ്പ് കാലത്തെ പരിശുദ്ധമായി കൊണ്ടു നടക്കുവാനും നോമ്പിന് തന്നെ വിട്ടുകൊടുക്കുവാനും നോമ്പെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ദൈവിക കൃപകൾ സ്വീകരിക്കുവാനും മനസ്സുവെച്ചാൽ നമുക്കത് പൂർത്തിയാക്കുവാൻ സാധിക്കും എന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ചിന്ത എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? വീട്ടിൽ കൊച്ചുങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? പ്രായമായവരുണ്ട്, അവർക്ക് കൊടുക്കണ്ടേ? എനിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ, ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ? പല രീതിയിലുള്ള എക്സ്ക്യൂസുകളാണ് നമുക്ക് മുൻപിൽ ഈ നോമ്പുകാലത്ത് കടന്നു വരുന്നത്. എന്നാൽ മനസ്സ് വെച്ചാൽ നിനക്കത് ചെയ്യാൻ സാധിക്കുന്ന വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് വേണ്ടത് അത് ചെയ്യുവാനുള്ളൊരു മനസ്സാണ്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒന്നുമില്ല. കാരണം ദൈവത്തിന് അസാധ്യമായ ഒന്നുമല്ല. ഈ നോമ്പുകാലം നമ്മൾ ആരംഭിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിലൂടെ അമ്മ നൽകിയ സന്ദേശങ്ങൾ അനുസരിച്ച്
നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ എല്ലാത്തിനും സഹായിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിലൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരു സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ സഹായകൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, എല്ലാം ചെയ്യുവാൻ അവൻ നിങ്ങളെ സഹായിക്കും. സഹായകനായ പരിശുദ്ധാത്മാവ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. സഹായകനായ പരിശുദ്ധാത്മാവ് വേണ്ടുമെന്ന് എപ്രകാരം നമ്മളെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കും. സഹായകനായ പരിശുദ്ധാത്മാവ് എപ്രകാരം ഉപവസിക്കണമെന്ന് നമ്മളെ സഹായിക്കും, നമ്മളെ പഠിപ്പിക്കും. അതിനുള്ള സഹായം നമുക്ക് ചെയ്തു തരും. അതുകൊണ്ട് ഞാൻ തന്നെ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കാതെ ദൈവം നൽകുന്ന സ്വർഗത്തിൻ്റെ സഹായം ഏറ്റെടുത്തുകൊണ്ട് ഈ നോമ്പുകാലത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കണം. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായം യാചിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ നോമ്പുകാലത്ത് മുന്നോട്ട് പോകുവാൻ. പരിശുദ്ധ അമ്മയുടെ സഹായം നമ്മൾ യാചിക്കണം. അതിനായി നമ്മൾ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ജപമാല ചൊല്ലുകയും അതുപോലെ കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയുടെ സഹായം തേടി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ഈ നോമ്പുകാലം വിജയകരമായി പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വലിയ നോമ്പ് വളരെ ഗൗരവമായ ഒരു കാലഘട്ടമാണെന്നും ഈ വലിയ നോമ്പിൽ സ്വർഗം നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയ പുതിയ കൃപകളും വരങ്ങളും നമ്മൾ ചൊരിൻ ആഗ്രഹിക്കുന്നൊരു കാലമാണെന്നും, ഞാൻ ദൈവത്തോട് സഹകരിക്കുമ്പോൾ ഞാൻ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, ദൈവം എന്നോട് ചേർത്ത് വെച്ചിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, അതുപോലെ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ നോമ്പ് ജീവിതത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന പാപത്തിന് ഒരു സോഷ്യൽ ഇഫക്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറയും. നമ്മൾ ചെയ്യുന്ന പാപത്തിന് ചില പരിണിത ഫലങ്ങൾ നമ്മുടെ കൂടെയുള്ളവർ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് പോലെ, നമ്മൾ ചെയ്യുന്ന നന്മയ്ക്കും ഒരു അനുഗ്രഹം, നന്മയുടെ അനുഗ്രഹവും നമുക്ക് കൂടെയുള്ളവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അവർക്കും അനുഗ്രഹമായിട്ട് കടന്നു വരും. അതുകൊണ്ടാണ് നമ്മൾ എത്രമാത്രം, കർത്താവ് നമ്മൾ പറയും, നീ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. ഈ നോമ്പുകാലം ദൈവത്തോട് മാക്സിമം ചേർന്ന് നിൽക്കാൻ കിട്ടുന്നൊരു അവസരമാണ്. നീ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം ദൈവം നിന്നോട് മാത്രമല്ല നിൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കും, നിൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കും, നിൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കും. ഈ കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ദൈവിക ഇടപെടേണ്ട കാലഘട്ടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നോമ്പുകാലം പാഴായി പോകാതിരിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നാമെല്ലാവരും പരിശ്രമിക്കണം. ഈ നോമ്പുകാലം പാഴായി പോകാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതെ സഭയിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളോട് സഹകരിച്ചുകൊണ്ട് മനസ്സുവെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വിജയം വരിക്കും, നമ്മൾ അനുഗ്രഹം പ്രാപിക്കും എന്ന ഒരു സന്ദേശം പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ്? ആദ്യം തന്നെ ഇത് ഒരു വിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമാണ്. ഈ നോമ്പുകാലത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. മക്കളെ, നിങ്ങൾ തിന്മയുമായി സഹകരിക്കരുത്. ഇത്രയും നാൾ ഒരുപക്ഷെ നിങ്ങൾ സഹകരിച്ചു കൊണ്ടിരുന്ന ചില തിന്മയുണ്ട്, മറ്റാർക്കും അറിയത്തില്ലാത്ത നമ്മുടെ ചില രഹസ്യ പാപത്തിൻ്റെ മേഖലകളുണ്ട്. എനിക്ക് മാത്രമേ ആ പാപത്തിൻ്റെ മേഖല അറിയാവുള്ളൂ. ഈ നോമ്പുകാലത്ത് ആ പാപസുഖങ്ങളും ആ പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളും ആ പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെയും ആ പാപത്തിലേക്ക് നയിക്കുന്ന വസ്തുക്കളെയും ഈശോയുടെ കുരിശിലൊന്ന് സമർപ്പിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ജാഗ്രതയോടുകൂടി, കാരണം തിന്മ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ പാപത്തോട് സഹകരിക്കുന്നവൻ, അവൻ്റെ വേദന മരണമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപത്തോട് സഹകരിക്കുന്ന വ്യക്തിയുടെ വേദനം അത് മരണമാണ്. അത് ഈ ലോകത്തിൽ മരണം മാത്രമല്ല, നിത്യമരണത്തിലും ചിലപ്പോൾ എത്തപ്പെടാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടം പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ
പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. തിരുസഭയും നമ്മോട് ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. നമ്മുടെ അമ്മയായ തിരുസഭ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളെ ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ചില പാപത്തിൻ്റെ മേഖലകൾ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ നോമ്പുകാലം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അത് ഏറ്റെടുക്കുന്നുണ്ട്. അത് അപകടകരമാണ്. ഉപേക്ഷിച്ചാൽ ഇത് ഉപേക്ഷിച്ചതാണ്. ഛർദ്ദിച്ചത് വീണ്ടും ഭക്ഷിക്കാൻ പാടില്ല, നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഈ നോമ്പുകാലത്ത് പാപത്തിലേക്ക് നയിക്കുന്ന ചില വ്യക്തികൾ, ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ, വസ്തുക്കൾ, സ്ഥലങ്ങളൊക്കെ എൻ്റെ നാശത്തിനുള്ളതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാനുള്ള ശക്തി സംഭരിക്കുകയാണ് നോമ്പെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് ആ ശക്തിപ്പെട്ട് മുന്നോട്ട് പോയി 40 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായി അതിനെ ഉപേക്ഷിക്കുവാനുള്ള ശക്തി സംഭരിക്കുകയാണ് നമ്മൾ. 40 ദിവസം കഴിഞ്ഞ് അതിനെ വീണ്ടും ഏറ്റെടുക്കുവാനുള്ള ഒരു പരിശ്രമമായിരിക്കരുത് നമ്മുടെ. ചിലർക്ക് മദ്യപാനം ഉപേക്ഷിക്കും, ചിലർക്ക് പുകവലി ഉപേക്ഷിക്കും, ചിലർക്ക് മറ്റു ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കും. എന്നാൽ ഈസ്റ്റർ ആകുമ്പോഴത്തേക്കും ഉപേക്ഷിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് അത് ഉപയോഗിക്കുന്നത് അത് അപകടകരമാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് കർത്താവ് വചനത്തോട് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ദുരാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ അത് അടിച്ചുവാരി ഭദ്രമായിരിക്കുന്നത് വീണ്ടും കാണുമ്പോൾ ഇത് തിരിച്ചു വരാൻ പരിശ്രമിക്കും. അപ്പോൾ നമ്മൾ നന്മകൾ കൊണ്ട് നിറഞ്ഞിട്ടില്ലെങ്കിൽ, ഉപേക്ഷിച്ച് വിശുദ്ധി കൊണ്ട് നിറഞ്ഞിട്ടില്ലെങ്കിൽ അത് വീണ്ടും കടന്നു വരും. വീണ്ടും കടന്നു വന്ന് 7 എണ്ണത്തിനെയും കൂടെ കൊണ്ടുവന്ന് ജീവിതത്തെ നശിപ്പിക്കുമെന്നുള്ള വചന സന്ദേശം ഈ നോമ്പുകാലത്ത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ഉപവാസിക്കൊണ്ട് നോമ്പെടുത്തുകൊണ്ട് മാത്രമായില്ല, കൃപകളും നന്മകളും വിശുദ്ധിയും കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ഒരു പ്രവൃത്തി കൂടി നമ്മൾ ചെയ്യണം. നമ്മളിത് ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, നമ്മളിൽ കൃപകൾ കൊണ്ട് നിറയണം. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 69-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുലിഖിതം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. ഞാൻ ഉപവസിച്ചത് മാത്രമായില്ല, എൻ്റെ അഹങ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, ഞാനെന്ന ഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, എൻ്റെ ദുശീലങ്ങളെ ഞാൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട്, ഒരുപക്ഷെ മറ്റുള്ളവരോടുള്ള എൻ്റെ ഇടപെടലുകളിലുള്ള എൻ്റെ ആ നിഗളത്തെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കുവാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഉപവാസം. അതും വചനം പഠിപ്പിക്കുകയാണ്. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. എൻ്റെ ജീവിതത്തിൻ്റെ അഹന്തയും അഹങ്കാരവും ഞാനെന്ന ഭാവമൊക്കെ മുറിപിടിച്ച് ഉപവസിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല, അത് വ്യർത്ഥമായി പോവുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഉപവസിക്കുന്നുണ്ടെങ്കിൽ ആ ഉപവാസം എന്നെ വിനീതനാക്കണം, എന്നെ എളിയവനാക്കണം. പ്രഭാഷക പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുലിഖിതങ്ങൾ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ വെറുതെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടാകുന്നില്ല. ആ ഉപവാസം, ആ നോമ്പ് എന്നെ വിനീതനാക്കണം. ഞാൻ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകുന്നതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്: മക്കളെ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, ഭക്ഷണം ഉപേക്ഷിക്കുക തീർച്ചയായും അതിൻ്റെതായ ഗുണമുണ്ട്, ഫലമുണ്ട്, ത്യാഗമുണ്ട്. എന്നാൽ അമ്മ പറയുകയാണ്, ഭക്ഷണം ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, മറിച്ച് ഇന്ദ്രിയ നിഗ്രഹവും ഉപവാസത്തിൻ്റെ സമയങ്ങളിൽ, നോമ്പിൻ്റെ സമയങ്ങളിൽ ഉണ്ടാകണം. എന്താണ് ഇന്ദ്രിയ നിഗ്രഹം? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക. പഞ്ചേന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിഗ്രഹിക്കുക, വേണ്ടെന്ന് വയ്ക്കുക. എൻ്റെ കണ്ണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വേണ്ടെന്ന് വയ്ക്കുക. എനിക്ക് ചില സ്പർശിക്കാനുള്ള ചില മേഖലകൾ വേണ്ടെന്ന് വയ്ക്കുക. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അവസരം കൂടിയാണ് നമ്മുടെ നോമ്പ് കാലമെന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കണം. അത് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പ് കാലം 2026 നോമ്പ് കാലം എത്രമാത്രം ഇന്ദ്രിയ നിഗ്രഹണത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ
അത്രമാത്രം ഇന്ദ്രിയ നിഗ്രഹം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പരിശോധിക്കും, ഇന്ന് എത്രമാത്രം ഇന്ദ്രിയ നിഗ്രഹത്തിന് എനിക്ക് സാധിച്ചു. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുമ്പോഴാണ്, നമ്മൾ ഇച്ഛയെ നിഗ്രഹിക്കുമ്പോഴാണ്, ജഡത്തിൻ്റെ ആസക്തികൾ നമ്മളോട് ചോദിക്കുന്ന ആഗ്രഹങ്ങളെ നിഗ്രഹിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധി നിറയുന്നത്, അവിടെ വിശുദ്ധി നിറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതാണ് ഇന്ദ്രിയ നിഗ്രഹം. എൻ്റെ ഇന്ദ്രിയങ്ങളെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കിയെങ്കിൽ മാത്രമേ എന്നിൽ വിശുദ്ധി നിറയുകയുള്ളൂ, എനിക്ക് ദൈവകൃപകൾ നിറയുകയുള്ളൂ. ആയതിനാൽ ഇന്ദ്രിയ നിഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമായി ഈ നോമ്പിനെ മാറ്റുവാനായി പരിശ്രമിക്കണം. 1, പാപത്തെയും പാപസാഹചര്യങ്ങളും വെറുത്തുപേക്ഷിക്കുക. 2, ഇന്ദ്രിയങ്ങൾ നിഗ്രഹം. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതും നല്ലത് തന്നെയാണ്. എങ്കിൽ മാത്രമേ, ആ ഒരു ത്യാഗം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ചില ഇറച്ചി മീനൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്ന ചില സാഹചര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ത്യാഗം ചെയ്ത്, ഒരു ത്യാഗപൂർണമായ ജീവിതമാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള ത്യാഗപൂർണമായ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. ഇനി ഇപ്രകാരമുള്ള ത്യാഗപൂർണമായ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവവും മനുഷ്യൻ തമ്മിലുള്ള നമ്മുടെ സ്നേഹബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവവും മനുഷ്യനുമായുള്ള, നമ്മുടെ അയൽക്കാരുമായുള്ള നമ്മുടെ സ്നേഹബന്ധത്തിൽ ഏതെങ്കിലും അസ്വസ്ഥതകളോ വന്നിട്ടുണ്ടെങ്കിൽ അവ പരിഹരിക്കുകയും ചെയ്യേണ്ട കാലഘട്ടം കൂടിയാണ് നോമ്പുകാലം. ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി എന്നോട് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവോട് യാചിക്കണം, പരിശുദ്ധാത്മാവേ ഈ വ്യക്തിയോട് ക്ഷമിക്കാൻ എന്നെ സഹായിക്കണം. പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തന്നത് പ്രാർത്ഥനയുണ്ടല്ലോ. ഈശോയുടെ അമ്മ പറഞ്ഞത് നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈശോയുടെ ഇപ്രകാരം പ്രാർത്ഥിക്കണം: ഈശോയെ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തിയെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനെ ഉത്തരവ് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവേ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ഈ വ്യക്തിയെ, ജോബിനെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോബിഷിനെ അല്ലെങ്കിൽ തോമസിനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കണം, എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് സാധ്യമല്ല എന്ന് കരുതരുത്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. വചനം പഠിപ്പിക്കുകയാണ്, ദൈവം സഹായകനായ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നാം ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി, നമ്മുടെ മനസ്സ് ദൈവത്തിന് വിട്ടുകൊടുത്താൽ മാത്രം മതി. ആത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി നിയന്ത്രിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചെടുക്കണം. അങ്ങനെ ക്ഷമിച്ചും ക്ഷമ ചോദിച്ചും എളിമപ്പെട്ട് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവകൃപകൾ നമ്മുടെ ജീവിതങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുന്നെന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വ്യത്യസ്ത രീതിയിൽ നമുക്ക് നോമ്പെടുക്കാം. കൂടുതലായ പ്രാർത്ഥന അനുഭവത്തിലേക്ക്, ഇപ്പം നമുക്ക് രോഗികളാണ്, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി പല രീതിയിൽ അസ്വസ്ഥ കടന്നു പോകുമ്പോൾ ഒരിക്കലും നോമ്പെടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റുള്ളവരോട് ഉള്ള വെറുപ്പ് മാറ്റി അവരോട് സ്നേഹിക്കാനായിട്ട് സാധിക്കും, ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്രകാരം നമ്മൾ പുണ്യത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കും. ഒരു കാര്യം മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിലും അതൊരു എക്സ്ക്യൂസായി എടുക്കരുത്. എന്നാൽ നോമ്പെടുക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നോമ്പെടുക്കുക തന്നെ ചെയ്യണം. പിന്നെ പുണ്യത്തിൽ വളരുവാനുള്ള ഓരോ സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നോമ്പുകാലത്ത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പുണ്യത്തിൽ വളരുന്ന വ്യക്തികളായി നമ്മൾ മാറണം. അപ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുന്നതും ദൈവാനുഭവത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നതും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പുകാലം വലിയ ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഒരു കാലഘട്ടമായി മാറുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇനി പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈശോയുടെ
വളരെ സ്നേഹം നിറഞ്ഞ പ്രഥമ ശിഷ്യൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പത്രോസ്ലിഹ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലിഹ നമുക്ക് പറഞ്ഞു തരികയാണ്. പത്രോസ് 1 ലേഖനം 4 അധ്യായത്തിൽ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം, ശരീരത്തിൽ സഹിക്കുന്ന മനോഭാവമാണ്. എന്നിട്ട് പറയുകയാണ്, ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ശരീരത്തിൽ പീഡനമേൽക്കുന്നവൻ പാപത്തോട് വിടവാങ്ങുന്നു. അതാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കുകയാണ്, നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ്, ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുകയാണ്. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നവൻ, ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങുന്നുവെന്ന് പത്രോസ്ലിഹ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പ് കാലം ശരീരത്തിൽ സഹിച്ചുകൊണ്ട് പാപത്തോട് വിടവാങ്ങി ഒരു പരിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മളെ ദൈവം മാറ്റുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലം ആരംഭിക്കാം. പരിശുദ്ധ അമ്മയുടെ സഹായം അതിനുവേണ്ടി തേടാം. അതുകൊണ്ട് ഉപവാസം കൊണ്ട് നമ്മളെ തന്നെ വിനീതരാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങൾ അവരോട് ക്ഷമിച്ചുകൊണ്ട്, എത്ര വലിയ തിന്മയാണ് അവർ ചെയ്തതെങ്കിലും കർത്താവ് കുരിശിൽ നിന്ന് പറഞ്ഞൊരു കാര്യം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ നോമ്പുകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കർത്താവിൻ്റെ പീഡാസനത്തിലേക്ക് നമ്മൾ നോമ്പുകാലത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ഉപവസിച്ച് നോമ്പെടുത്ത് അവൻ്റെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഈശോയുടെ ആ സഹനത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ പീഡാസനത്തോട് നമ്മളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മളെ പീഡിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട്, അവരെ സ്നേഹിക്കുവാനുള്ള കൃപ യാചിച്ചുകൊണ്ട് നമ്മുടെ ഈ നോമ്പുകാലം വലിയ അനുഗ്രഹമാക്കി മാറ്റുവാൻ, ഫലപ്രദമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ അമ്മയായ, ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാലാവുന്ന വിധം നമുക്ക് അതിനായിട്ട് പരിശ്രമിക്കാം. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രവൃത്തിയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അത് ദാനധർമ്മം ചെയ്തുകൊണ്ടാകാം. ദാനധർമ്മം ചെയ്യുന്നവന് പാപത്തിന് പരിഹാരമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്ക് ദൈവം നൽകിയ സമ്പത്തിൻ്റെ ഓഹരി നമ്മൾ തന്നെ പിടിച്ചു വെച്ച് ദശാംശം കൊടുക്കാതെ ഇരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, അവർ അച്ചട്ടായിട്ട് ദശാംശം കൊടുക്കും, 10% മാറ്റിവെക്കും. അത് സുവിശേഷ വേലയ്ക്കായിട്ട് എത്തിച്ചു കൊടുക്കും. ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് സുവിശേഷ വേലയ്ക്കായിട്ട് എത്തിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ മിഷണറിമാർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി, കടബാധിത കഴിയുന്ന കുടുംബത്തിന് വേണ്ടി, ഇതൊക്കെ നമ്മൾ ഇവരെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. ഇതും നോമ്പുകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയും, ആരെങ്കിലും എൻ്റെ അടുത്ത് സഹായത്തിന് വരുമ്പോൾ ഞാൻ ആരും നിരസിക്കാറില്ല. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചത് ഇപ്രകാരമാണ്, നമ്മൾ സഹായം യാചിച്ച് നമ്മുടെ അടുത്തേക്ക് മറ്റുള്ളവർ വരുവാൻ കാത്തിരിക്കാതെ സഹായവുമായി അതർഹിക്കുന്നവരെ അന്വേഷിച്ചു പോകേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സഹായവുമായി എനിക്ക് ദശാംശമുണ്ട്, ഞാൻ അന്വേഷിക്കണം, ആരെയാണ് എനിക്കിതുകൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നത്, ആരാണ് എനിക്ക് എൻ്റെ ഈ ദശാംശം അർഹരായിരിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ കണ്ടെത്തുന്നത്. അവിടെയാണ് നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നത്. വരുന്നവനെ ചില ധർമ്മം നൽകി വിടുന്നതല്ല ദാനധർമ്മം എന്ന് പറയുന്നത്, സഹായം എന്ന് പറയുന്നത്. എനിക്ക് ചിലവഴിക്കാവുന്ന സമ്പത്ത്, എനിക്ക് ഉപയോഗിക്കാവുന്ന എൻ്റെ ഭക്ഷണം, അതൊക്കെ ഞാൻ ചുരുക്കി, ഞാൻ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ഞാൻ ചില ത്യാഗങ്ങൾ ചെയ്ത് മാറ്റിവെക്കുന്ന ആ സമ്പത്തിൻ്റെ ഓഹരി ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുക. അവരെ ഞാൻ കണ്ടുപിടിക്കണം, ഞാൻ അന്വേഷിക്കണം, അവരുമായി പങ്കുവയ്ക്കണം. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. എന്നെ അന്വേഷിച്ച് വരുന്നവനെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം നൽകി വിടുന്നതല്ല ദാനധർമ്മം. ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ ഓഹരി അന്വേഷിച്ച് മറ്റുള്ളവരെ, അത് അർഹിക്കുന്നവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സഹായിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്പം ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലേക്കാണ് ഈ നോമ്പുകാലത്ത് ദൈവം നമ്മെ വിളിക്കുന്നത്. ആയതിനാൽ ഈ നോമ്പ് എത്രമാത്രം ഫലദായകമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമോ അത്രമാത്രം ഫലദായകമാക്കി മാറ്റുവാൻ ഈ നോമ്പുകാലത്ത് നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാഷക പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുലിഖിതം നമുക്ക് ശ്രവിക്കാം. പ്രഭാഷക പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുലിഖിതം. മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്നപോലെ കർത്താവ് വിലമതിക്കുന്നു. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ
കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരം എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. എത്ര വലിയ കാര്യമാണ് ദൈവസേനയിൽ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മത്തിന്. നമ്മൾ ചിലതൊക്കെ ചുരുക്കി മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകുന്നത് എത്രമാത്രം വലിയ കാര്യമാണെന്ന് തിരുവചനത്തിലൂടെ തന്നെ നാം മനസ്സിലാക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സഹോദരങ്ങളെ, പ്രഭാഷക പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുലിഖിതം ഈ നോമ്പുകാലത്ത് നമുക്ക് നേറ്റെടുക്കാം. പ്രഭാഷകൻ 15:15 മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ആ തീരുമാനം നിന്നിലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഈ നോമ്പ് കാലത്ത് ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പല എക്സ്ക്യൂസുകൾ നിരത്തി ഈ നോമ്പ് കാലത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു വചനം കൂടി നമുക്ക് ശ്രമിക്കാം. അനുതാപത്തെക്കുറിച്ച് പ്രഭാഷക പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇപ്രകാരം പറയുന്നുണ്ട്. നമുക്കൊന്ന് ശ്രമിക്കാം. ബൈബിളുള്ളവർ എടുത്താലും കുഴപ്പമില്ല. പ്രഭാഷക പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 24, 25 തിരുലിഖിതങ്ങളാണ് നമ്മൾ ശ്രമിക്കുന്നത്. അനുദപിക്കുക. പ്രഭാഷകൻ 17:24 പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കുവാൻ അവിടുന്ന് പ്രോത്സാഹനവും നൽകും. ഞാൻ നേരത്തെ പറഞ്ഞത് പശ്ചാത്താപത്തിൻ്റെ കാലമാണ്, അനുതാപത്തിൻ്റെ കാലമാണ് നോമ്പുകാലം. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരുവാൻ കർത്താവ് അനുഗ്രഹം നൽകും. അവരുടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കർത്താവ് മറക്കും. എന്നിട്ട് ചഞ്ചല ഹൃദയരെ അവിടുന്ന് അനുഗ്രഹിക്കും. നമുക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇത്രയും നാളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ചഞ്ചല ചിത്രമായി കഴിയുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കും. ഇനി അടുത്ത വചനം കൂടെ ശ്രമിക്കാം. പ്രഭാഷക പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 25-ാം തിരുലിഖിതം കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുന്ന വ്യക്തികളെ, അകൃത്യങ്ങൾ ഉപേക്ഷിക്കുന്ന വ്യക്തികളെ, രഹസ്യ പാപങ്ങൾ ഉപേക്ഷിക്കുന്ന വ്യക്തികളെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. അവൻ്റെ ജീവിതം സമാധാനം കൊണ്ട് നിറയും എന്ന ഈ സന്ദേശം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഈ നോമ്പുകാലം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ, ഫലദായകമാകട്ടെ. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി, നമ്മളിലൂടെ അനേകരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എത്തപ്പെടുന്നതിന് വേണ്ടി നമ്മളെ ഉപകരണങ്ങളാക്കുവാൻ ഈ നോമ്പുകാലത്ത് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. അങ്ങനെ അമ്മയിലൂടെ ഈശോയ്ക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.